കൂട്ടുകാരെ നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പൊ നമുക്ക് പ്രായം വെറും അക്കങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ പ്രായം നമുക്ക് ഒന്നിനും ഒരു പരിധിയല്ല എന്ന് എപ്പോഴും പറയുന്ന പോലെ തന്നെ നടക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അനുഭവത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് എത്ര ചെറുപ്പമാണെങ്കിലും അയ്യോ എനിക്ക് വയ്യ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വയ്യ, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നടക്കില്ല. നേരെ തിരിച്ച് എനിക്കത് പറ്റും, എത്ര പ്രായമായാലും പ്രായം നമ്മൾ കണക്കാക്കാതെ എന്ത് കാര്യം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ എന്തും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തിനും പ്രധാനം മനസ്സാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏത് കാര്യത്തിനാണെങ്കിലും നമുക്ക് അനുകമ്പ, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള സഹതാപം, സ്നേഹം, ഒരു മറ്റുള്ളവരോടുള്ള നമുക്ക് ആ മറ്റുള്ളവരെ നമ്മൾ കെയറിങ്, നമുക്ക് മറ്റുള്ളവരോട് ചെയ്യുന്ന കെയറിങ്, ഇതിനൊക്കെ ആവശ്യം മനസ്സാണ് കേട്ടോ. അപ്പം മനസ്സ് ശരിയായാൽ മാത്രമേ എന്തും നടക്കുള്ളൂ അല്ലേ. അപ്പം ആ മനസ്സ് ശരിയായാൽ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ പറയുന്ന പോലെ തന്നെ പ്രായത്തിനെ നമുക്ക് വെറും അക്കമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത വീട്ടിലെ 2 സഹോദരിമാർ കേട്ടോ, നമ്മുടെ വത്സല ചേച്ചിയും രമണി ചേച്ചിയും. അപ്പം നമ്മുടെ അയൽപ്പക്കമാണ്. അതുപോലെ പാറമേക്കാവ് പറ വരിക, ഞാൻ വടുക്കൂട്ട് വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയിട്ടിട്ടുണ്ട്. അപ്പം അത് ഈ വത്സലേശ്വരി രമണീശ്വരി വീട്ടിലാണ് കേട്ടോ. അങ്ങനെ അവർ പ്രായത്തെ മറികടന്ന് യാത്രകൾ പോകണതുണ്ട്. ഓരോ യാത്രയും അവർക്ക് 19ാമത്തെ യാത്രയാണ് അവരുടെ അനിയത്തിയായിട്ട്, അതായത് വത്സലേച്ചിയും രമണേച്ചിയും കൂടിയിട്ട്. വത്സലേശ്വരി അനിയത്തിയാണ് രമണേച്ചി കേട്ടോ. അപ്പോൾ വിശദമായിട്ട് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം. അത് പങ്കുവെക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. നമ്മൾ എന്തിനും ഏതിനും നമ്മുടെ മനസ്സാണ് പ്രധാനം. നമ്മുടെ പ്രായം എത്രയായാലും ആ പ്രായത്തെ മറികടക്കാനായിട്ട് നമുക്ക് മനസ്സുകൊണ്ടൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താവാണെങ്കിലും അല്ലെങ്കിൽ മക്കളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മറ്റുള്ള പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിലും അവരുടെ ഓരോരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരാളെന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാതെ, നമ്മളെ സ്നേഹിക്കാതെ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒന്നിനും നേരമില്ലാത്തത്. നേരെ തിരിച്ച് ആരെന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾ നോക്കുകയാണ്, അല്ലെങ്കിൽ എവിടേക്ക് നമുക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്താണോ അത് നിറവേറ്റാനായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കും ചെയ്യും കേട്ടോ. അപ്പോൾ വത്സലേച്ചിയെ സംബന്ധിച്ചിടത്തോളം വത്സലേച്ചിക്ക് ഭർത്താവ് മരിച്ചു, അതുപോലെ മക്കളും ഇല്ല കേട്ടോ. അപ്പോൾ വത്സലേച്ചിയുടെ അനിയത്തിയാണ് രമണി ചേച്ചി. രമണി ചേച്ചിക്ക് മക്കളുണ്ട്. അപ്പോൾ വത്സലേച്ചി ഒറ്റയ്ക്കാണ്. രമണി ചേച്ചിയും വത്സലേച്ചിയും കൂടിയിട്ടാണ് താമസിക്കുന്നത്. ഇപ്പോൾ രമണി ചേച്ചിയുടെ ഒരു മോള് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മോളുടെ മോളും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് നമുക്ക് ആരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിലും നമ്മളെ മനസ്സിലാക്കാനും അതിനോടനുസരിച്ച് പ്രവർത്തിക്കാനും കൂടെ ആളുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ധൈര്യം തന്നെയാണ് അല്ലേ. ഇനി നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് പോകാനായിട്ട് പുറത്ത് പോകാനും എന്തിനും പേടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് നമുക്കെല്ലാം പേടിച്ചിട്ട് നമ്മൾ അയ്യോ വേണ്ട പേടിയെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടും നമ്മളതിനെ എന്താ പറയുക പിന്നെ നിന്ന് ഉള്ളിൽ കൊണ്ടുപോകാന്ന് പറയില്ലേ, അതുപോലെ നമ്മളതിനെ നമുക്ക് ഒരു കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമ്മളതിനെ മനസ്സ് പാകപ്പെടുത്താനും നമുക്ക് കൂട്ടായിട്ട് പ്രവർത്തിക്കാനും നമ്മുടെ കൂട്ടത്തിലെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കാര്യം തന്നെയാണ് കേട്ടോ. എത്ര ഭയത്തോടെയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് സാധിക്കില്ല നമ്മൾ ചിന്തിച്ചാലും ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പലതും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ഒരു ഉദാഹരണമാണ് വത്സലേച്ചി രമണേച്ചി കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് വത്സലേച്ചിയും രമണേച്ചിയും കുറിച്ചുള്ള മാതൃഭൂമി പത്രത്തിലെ ഫീച്ചർ കേട്ടോ. അപ്പോൾ രമണേച്ചിയും വത്സലേച്ചിയാണിത്. ഞാനപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അവർക്ക് മനസ്സുകൊണ്ട് യാത്ര ചെയ്യാനും അതുപോലെ നമ്മൾ പല സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ പോകാൻ, അമ്പലങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ടൂർ പ്രോഗ്രാം പോലെ അങ്ങനെയൊക്കെ പോകാനും താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിലും സാധിക്കാൻ പറ്റാത്തവരുണ്ട് കേട്ടോ. മനസ്സുകൊണ്ട് ആഗ്രഹങ്ങളുണ്ടെങ്കിലും സാധിക്കാൻ പറ്റാത്തവരും ഉണ്ട്. അതായത് നമ്മളെ ബന്ധിപ്പിക്കുന്ന പല കണ്ണികൾ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളെ വിചാരിച്ചോ നമ്മൾ നമ്മുടെ പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് ആ കെട്ടുപാടുകൾ അല്ലെങ്കിൽ ആ ബന്ധങ്ങളുടെ കുരുക്കിൽപ്പെട്ട് മുറുകുന്നത് കൊണ്ടാണ് അവർക്ക് എവിടേക്കും പോവാത്ത, അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹങ്ങൾ സഫലമാകാത്തതിൻ്റെ വിഷമം ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ദിനങ്ങൾ തള്ളി നീക്കുന്നവരും ഒരുപാടുണ്ട് കേട്ടോ.
അപ്പം അങ്ങനെ സാഹചര്യങ്ങളും വേണം. മനസ്സുണ്ടായത് കൊണ്ട് മാത്രം പോരാ, സാഹചര്യങ്ങളും വേണം. അങ്ങനെ ആ സാഹചര്യങ്ങളില്ലാത്തവർ വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ ഇങ്ങനെ തങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിലിട്ട് ഇങ്ങനെ നീറി നീറി നടക്കുക എന്നല്ലാതെ കാര്യങ്ങളില്ല. അവസാനം പ്രായമായി വരുമ്പോഴും അപ്പോഴും അവർക്ക് പ്രായമായി എന്ന് പറഞ്ഞ് പുറന്തള്ളപ്പെടുന്ന കാലഘട്ടം, അല്ലെങ്കിൽ അങ്ങനെ അവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ വത്സലേച്ചിക്കും രമണിയേച്ചിക്കും ഇങ്ങനെ പറ്റുന്നുണ്ടല്ലോ യാത്രകൾ ചെയ്യാനും. അതുപോലെ തന്നെ അവർക്കത് അവർ കൂടെ സപ്പോർട്ടായിട്ട് ആ കുടുംബം നിൽക്കുന്നുണ്ട്. അവർക്ക് മനസ്സുകൊണ്ട് പോകാം എന്നുള്ള ഒരു ധൈര്യം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർക്കും സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രായമായി, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, എന്നെക്കൊണ്ട് ഒന്നും സാധിക്കില്ല, അല്ലെങ്കിൽ എന്തിനും ഏതിനും പണിക്കാരുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചടഞ്ഞു കൂടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിപ്പിച്ച് തരുന്നുണ്ട്, നമുക്ക് നേരത്തെ ഭക്ഷണം മുന്നിലെത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു മടിയത്തരം, അതായത് അലസത നമുക്ക് വരും. ആ അലസത വന്നു കഴിഞ്ഞാൽ തന്നെ ജീവിതം നാശമായി കേട്ടോ. നമ്മൾ പറയില്ലേ, മടിയൻ്റെ മനസ്സ് ചെകുത്താൻ്റെ ആലയാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. നമുക്ക് മനസ്സുകൊണ്ടൊരു മടി തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അലസത തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നമുക്ക് കഴിയില്ല. അങ്ങനെ നമ്മൾ തന്നെ ഒരു രോഗാവസ്ഥയിലേക്ക് എത്തും. ആ രോഗാവസ്ഥയിലേക്ക് എത്തുമ്പോൾ പിന്നെ നമ്മൾ എഴുന്നേൽക്കാനോ നടക്കാനോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാനോ കഴിയില്ല കേട്ടോ. അപ്പോൾ മക്കളൊക്കെ സ്നേഹത്തോടു കൂടി പെരുമാറി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിലുള്ള മാതാപിതാക്കൾക്കും ഇങ്ങനെ സംഭവിക്കും. അല്ല, നമ്മൾ സ്വയം നമുക്കൊന്നും പണിയെടുക്കാൻ വയ്യ, മടിയാണ് വെച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും നമ്മൾ ആശ്രയിച്ചും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും, ഇപ്പോൾ വീട്ടുകാര്യങ്ങളെന്ന് മാത്രമല്ല ബാക്കി പുറമേ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും അതെല്ലാം നമ്മളിതുപോലെ ഓരോരുത്തരെ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മടി ആയിട്ട് നമുക്ക് അലസതയാവും അല്ലേ. പുറത്തൊക്കെ ഇറങ്ങാൻ തന്നെ അലസതയാവും അല്ലേ. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അങ്ങനെ നമ്മൾ കുറേ നാൾ പുറത്തിറങ്ങാതെ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു മടിയാണ്. അയ്യോ, ഡ്രസ്സ് മാറണ്ടേ, പോകണ്ടേ, ഇനിയിപ്പോൾ അങ്ങനെ പോകണ്ടേ, നമ്മൾ അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അത് നമുക്ക് അലസത വരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ചിലർ കാണാൻ രാവിലെ വീട്ടിലത്തെ പണികളൊക്കെ ഒതുക്കി പുറത്ത് പോയി വന്നു, പിന്നെ അപ്പോഴേക്കും അവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് പോകേണ്ടി വരും. അങ്ങനെ പോകും, ഒരു മടിയില്ലാതെ പോകുമ്പോൾ എന്തുകൊണ്ടാണ്? അവർക്ക് വേറെ ഒരാളില്ല സഹായിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനായിട്ട് എന്ന് വരുമ്പോൾ അവരങ്ങനെ പോയി കൊണ്ടേയിരിക്കും. അല്ലാത്തവർ, നമ്മൾ മക്കൾ നന്നായി നോക്കുന്ന അച്ഛനമ്മമാരാണെങ്കിലും അതുപോലെ തന്നെ ഇതുപോലെ സ്വയം നമ്മൾ സാമ്പത്തികം ഉണ്ട്, അപ്പോൾ നമ്മൾ വീട്ടിൽ പണിക്കൊക്കെ ആളെ വെച്ചു അവരെല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് അലസത വരും കേട്ടോ. അപ്പോൾ അങ്ങനെ അലസത വരാതെ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ വത്സലേച്ചിയും രമണിയേച്ചി കേട്ടോ. അപ്പോൾ അത് വത്സലേച്ചിയും രമണിയേച്ചിയും കാര്യം ഞാൻ പറയാൻ കാരണം നമ്മളും അതുപോലെ ആവണം. ഇത്രയും ഈ പ്രായത്തിലും ഇങ്ങനെ യാത്ര ചെയ്യാനും എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല വെച്ചിട്ടല്ല അവരിയ്ക്കുന്നത്, അതുപോലെ ചെയ്യാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ആ ഒരു ഉത്തേജനം, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്കും സ്വയം ചെയ്യാനുള്ളൊരു കാര്യപ്രാപ്തി വരികയാണ്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ സ്വയം തയ്യാറാവുകയാണ്. അതൊക്കെ ഞാൻ യാത്രാ മംഗളങ്ങൾ നേരെയാണ്. നല്ലൊരു യാത്ര അവർക്ക് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ അങ്ങനെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത ആ കുടുംബത്തിനും അവരുടെ മക്കൾക്ക്, അതായത് ആ കുടുംബത്തിനും ഞാൻ ആശംസ നേരെയാണ്. കാരണം ഇങ്ങനെ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ അവർക്ക് പോകാൻ പറ്റുന്നതും. അപ്പോൾ ആ ഒരു ഒത്തൊരുമയ്ക്ക്, ആ ഒരു കൂട്ടായ്മയ്ക്ക് മുന്നിൽ ഞാൻ കൈകൂപ്പുകയാണ്. എൻ്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. അപ്പോഴത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സീ യു.